സ്ഥാപനം നന്നായിട്ട് പൊക്കൊണ്ടിരിക്കുന്നു. ഇവൾ ഗർഭിണിയതിന് ശേഷമുള്ള ഇപ്പോഴത്തെ ഈ 5-6 മാസത്തിലാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. തട്ടിപ്പ് എന്ന് വെച്ചാൽ ഇത് മറ്റുള്ളവർ അറിയേണ്ടതാണ്. സ്ഥാപനങ്ങൾ തുടങ്ങുന്നവരും നടത്തുന്നവരും ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ ഇവിടെ വരുന്ന കസ്റ്റമർ സാധനം വാങ്ങിച്ചു കഴിയുമ്പോൾ ഒരു 1000 രൂപ എന്നിരിക്കട്ടെ, 1000 രൂപ QR കോഡ് ഞങ്ങളുടെ ഓഫീസിന്റെ വർക്ക് ചെയ്യുന്നില്ല. പല ദിവസങ്ങളും മറ്റേ QR കോഡ് മാറ്റി വെച്ചിട്ട് ഇവർ QR കോഡ് ഒന്ന് കാണിക്കുന്നു. അപ്പോൾ പലരും ചോദിച്ചു ഇതിൽ വേറെ പേരാണല്ലോ വരുന്നത്. അതെ പുള്ളിക്കാരിക്ക് സുഖമില്ലാത്തതിന്റെ അക്കൗണ്ടിന്റെ നമ്പർ. നാട്ടിലെ മുതലാളിമാര് പണിക്കാരോട് പറയല് മേശയിലുള്ള എടുത്തോ നിന്റെ കീശയിലുള്ള ഇങ്ങോട്ട് തന്നാളാന്ന്. ഒരു കച്ചവടം നടത്തി പൈസ പോകുമ്പോഴേ സ്വാഭാവികമായിട്ട് ഇതൊക്കെ വിളിച്ചു പറയും. എന്റെ മക്കൾക്ക് ഒരു ത്രെട്ട് വന്നു, എന്റെ മകൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഏത് ലെവലിലോട്ട് പോകും. അത് മക്കളെ വളർത്തുന്ന മാതാപിതാക്കൾക്ക് എന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. അതും സ്ത്രീകളാണ്, പെൺകുട്ടികളാണെങ്കിൽ അതും ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ രാത്രി 10-11 മണിക്കൂർ വിളിച്ചാൽ ഞാൻ സംസാരിച്ചതൊക്കെ എന്റെ കണക്കൂട്ട് വളരെ മാന്യമായ ഭാഷ. രാഷ്ട്രീയമായി കൃഷ്ണകുമാറിനോട് എനിക്ക് കനത്ത വിയോജിപ്പാണെങ്കിലും ബിസിനസിന്റെ ഈ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഒരു മകള് ലോണും എടുത്ത് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഞാനൊരു ചെറിയ കച്ചവടക്കാരനാണ്. ഈ കച്ചവടം ചെയ്യുന്നതിന്റെ വിഷമം എനിക്കറിയാം. കാരണം പല ആളും എന്റെ പീടിയൊന്നും കട്ടുകൊണ്ടുപോയിട്ട് അതിന്റെ വിഷമം ശരിക്കും എനിക്കറിയുന്ന. പിന്നെ നാട്ടുകാരെ സംബന്ധിച്ച് 2 ഭാഗത്തും ആളുണ്ടാവും. വാപ്പനെ തച്ച 2 കൂട്ടുണ്ടാവും. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ പൈസയും പോയി, ഇയാളെ പേരിൽ കേസും കൊടുത്ത് ആ പൂർണ്ണ ഗർഭിണിയായി നിൽക്കുന്ന ആ സഹോദരിയുടെ പേരിൽ ഇപ്പം നിലവിൽ മ്യൂസിയം തിരുവനന്തപുരം പോലീസ് സ്റ്റേഷനിൽ കേസാണ്. ഒരു കാര്യം പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും പറയുന്നത്, നിങ്ങൾ ഓടിയടിച്ച് ചെല്ലുമ്പോഴേക്കും എന്താ ഏതാന്ന് അറിയുന്നതിന് മുമ്പ് കേസ് എടുക്കരുത്. ഇത് അന്വേഷിച്ചതിന് ശേഷം എടുക്കുക. കാരണം ഇദ്ദേഹത്തിന്റെ കോടിക്കണക്കിന് ഉറുപ്പ്യ പോവുകയും ചെയ്ത് ഇവരെ കേസും. ഇപ്പൊ ഞാൻ എനിക്ക് നാട്ടിലെ കച്ചവടക്കാരോടാ പറഞ്ഞത്, ഈ QR കോഡ് പറഞ്ഞ സംഭവം നമ്മൾ മുതലാളിമാരുണ്ടെങ്കിൽ ആ ഒറിജിനലേക്കും, ഇല്ലെങ്കിൽ പണിക്കാർ അവിടെ QR കോഡ് മാറ്റി അവരെ പേഴ്സണലായിട്ട് ഒട്ടിക്കും. അത് നിങ്ങളുടേതാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. പണിക്കാര് എല്ലാവരെയും ഞാൻ കുറ്റം പറയില്ല, ചിലർ കക്കാനായിട്ട് വന്നവരുണ്ട്. ഇപ്പൊ എന്റെ ഒരു പണിക്കാരൻ ഇവിടെ പിടിച്ച് കേസായി വിധിയായി. ഒമാ വഴി നാട്ടിലെത്തിയില്ല, ചേർന്നമംഗലൂർ ഒരു സ്വദേശിയാ. അത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഒക്കെ ഏകദേശം ഇതിനായിട്ട് വരുന്നവരുണ്ട് പെട്ടെന്ന് പൈസക്കാരാക്കാൻ. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുക. അപ്പൊ ഈ കൃഷ്ണകുമാറിന്റെ കാര്യം, ആ പൈസ പോലീസും നാട്ടുകാരും ഇടപെട്ട് ആ കുട്ടികളെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊടുക്കണം കേട്ടോ. കാരണം അതിനുമാത്രം ലോണും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ട് തുടങ്ങുന്നതാ. ഇത് നഷ്ടമാണെങ്കിൽ അയാൾ ആ പെൺകുട്ടി അനുഭവിക്കുന്ന വേദനത്തിലുണ്ടാവും. ഇതിപ്പോ ലാഭത്തിലായതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ തുടർന്ന് കൊള്ളില്ല. ആ പീടിയ പൂട്ടിപ്പോയില്ലായിരുന്നു.